സിപിഐഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കായംകുളത്തെ വിഭാഗീയ പ്രവണതകൾ തിരുത്തിയില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് താക്കീത്. കായംകുളത്തെ പാർട്ടി സമ്മേളനങ്ങൾ സംസ്ഥാന നേതൃത്വം നേരിട്ട് നിരീക്ഷിക്കും. ജില്ലാ സമ്മേളനം ജനുവരി 17, 18 തീയതികളിൽ ഹരിപ്പാട് നടത്താനും തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ ചേർന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലാണ് കായംകുളത്തെ വിഭാഗീയത പ്രവണതയ്ക്കെതിരെ എം വി ഗോവിന്ദൻ രൂക്ഷ വിമർശനമുന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്തെത്തിയതിനെ വിമർശിച്ച സംസ്ഥാന സെക്രട്ടറി വിഭാഗീയത അവസാനിപ്പിച്ച് തിരുത്തിയില്ലെങ്കിൽ കായംകുളത്ത് കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. കായംകുളത്തെ പാർട്ടി സമ്മേളനങ്ങൾ സംസ്ഥാന നേതൃത്വം നേരിട്ട് നിരീക്ഷിക്കും. തീരുമാനമെടുക്കുമ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന രീതി വേണ്ടെന്നും ഗോവിന്ദൻ നിർദ്ദേശിച്ചു. മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കായംകുളത്ത് ഏരിയ കമ്മിറ്റി ചേരും. കായംകുളത്ത് നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗമായ എൻ ശിവദാസിനെതിരെയാണ് കമ്മിറ്റിയിൽ ആദ്യം വിമർശനമുയർന്നത്. തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവദാസൻ വിമർശനത്തോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളും തോൽവിക്ക് കാരണമായി എന്ന ഭാഗവും കൂട്ടിച്ചേർത്തു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ഹരിപ്പാടും കായംകുളത്തും പാർട്ടി 3-ാം സ്ഥാനത്തെത്താൻ കാരണമെന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.